ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ ചാനലിൽ നോക്കുന്നത് കൂർഗ് സ്റ്റൈലിലുള്ള ഒരു കടുപ്പുട്ടിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഈ കടുപ്പുട്ട് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ചാനൽ ആരെങ്കിലും ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പച്ചരിയാണ് വേണ്ടത്. ഇതിനെ നമുക്ക് കഴുകി വൃത്തിയാക്കി ഉണക്കിയതിന് ശേഷം അരിയെ നമുക്ക് ഇച്ചിരി തരിയായിട്ട്, അതായത് റവയുടെ അത്ര വലിപ്പത്തിൽ നമ്മൾക്കൊന്ന് അരി ക്രഷ് ചെയ്തെടുക്കണം. അടുത്തതായിട്ട് നമ്മൾ ഇതാണ് ഒരു മെഷർമെൻറ്റ് കപ്പായിട്ട് അല്ലെങ്കിൽ നമ്മൾ അളവ് പാത്രമായിട്ട് എടുക്കുന്നത്. ഇതിൽ 1 കപ്പ് അരിപ്പൊടിക്ക് 2 കപ്പ് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കണം. അതിന് നമ്മൾ ആദ്യം തന്നെ നല്ല കട്ടിയുള്ള പാത്രം വേണം എടുക്കാൻ കേട്ടോ. അതിലേക്ക് നമ്മൾ 1 കപ്പ് അരിപ്പൊടിക്ക് 2 കപ്പ് വെള്ളം എന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കണം. പിന്നെ അതിലേക്ക് തന്നെ നമുക്ക് കുറച്ച് ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കണം. അതിനുശേഷം നമ്മളിതിലേക്ക് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണയാണ് ഇവിടെ ഞാൻ എടുത്തേക്കുന്നത്. കുറച്ച് കോൾഡ് ആയതുകൊണ്ട്, തണുപ്പായതുകൊണ്ട് കുറച്ച് കട്ടിയായിട്ടുണ്ട്. അപ്പം ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് തേങ്ങ ചിരണ്ടിയത് കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് തേങ്ങ ചിരണ്ടിയതും കൂടെ നമുക്ക് ഇതിലേക്ക് 1/2 കപ്പൊക്കെ മതിയാവും, അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ പറഞ്ഞ ഈ അളവ് പ്രകാരം തന്നെ നിങ്ങൾ ചെയ്തെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ഒരു കടുമുട്ട് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഒത്തിരി ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടൊന്നും ഉള്ള കാര്യമല്ല കേട്ടോ. അപ്പം ഇപ്പോഴേ നമുക്ക് അത് തിളച്ച് വരുന്നുണ്ട്. ആ വെള്ളത്തിലേക്ക് നമ്മൾ എടുത്ത് വെച്ച 1 കപ്പ്, ക്രഷ് ചെയ്ത് വെച്ച 1 കപ്പ് അരിപ്പൊടി ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നമുക്ക് കൈവിടാതെ ഇനി ഇളക്കി കൊടുക്കണം. അടിയിലൊന്നും പിടിക്കാതെ, കട്ടയൊന്നും കട്ടാത്ത വിധത്തിൽ നന്നായിട്ട് ഇതിനെ നമുക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ. ഇങ്ങനെ മിക്സാക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു മണം വരും കേട്ടോ. ആ വെളിച്ചെണ്ണയുടെയും ആ തേങ്ങയുടെയും ഒക്കെ ഒരു നല്ലൊരു മണം വരും. ഇത് നല്ല ടേസ്റ്റുമാണ് കേട്ടോ. നമ്മൾ കടുമുട്ടൊക്കെ കഴിക്കുമ്പം ഈ ഫ്ലേവർ കിട്ടുമ്പോൾ നമുക്ക് ഒരിച്ചിരി ടേസ്റ്റ് കൂടുതൽ തന്നെയാണ് കേട്ടോ. ശേഷം കൈവിടാതെ ഇതിനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. തേങ്ങ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, വെളിച്ചെണ്ണയും ആ ഉപ്പും നമുക്കത് മസ്റ്റായിട്ട് ഇടണം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് മുമ്പത്തെ കാലും നല്ലതായിട്ട് കുറുകി വന്നിട്ടുണ്ട്. നന്നായിട്ട് അമ്മ ഇളക്കി കൊടുത്തോണുണ്ട് കേട്ടോ. ഇപ്പം എൻ്റെ പകുതി വേവ് ആയിട്ടുണ്ട്. ബാക്കി പകുതി വേവിക്കുന്നത് നമ്മൾ സ്റ്റീം എടുത്തിട്ടാണ് കേട്ടോ. സ്റ്റീമിലാണ് നമ്മളിതിനെ വേവിച്ചെടുക്കുന്നത്. നമ്മൾ ഇഡ്ഡലിയൊക്കെ വേവിക്കുകയല്ലേ, അങ്ങനെ തന്നെയാണ് കേട്ടോ. ഇപ്പം നമുക്ക് കറക്റ്റ് പരുവത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതിനേക്കാളും കൂടുതൽ കട്ടിയാക്കരുത്. അന്നേരം നമുക്ക് കടുമുട്ട് വെന്തതിന് ശേഷം നമുക്ക് ഒത്തിരി കട്ടിയായി പോകും. അപ്പോൾ അതിന് നമ്മൾ ഈ പരുവം കറക്റ്റാണ്. അതിനുശേഷം നമുക്ക് ഗ്യാസ് ഓഫാക്കിയിട്ട് വേണം ഇങ്ങനെ ഒരു മൂടി കൊണ്ട് അടച്ചു കൊടുക്കണം. ഗ്യാസ് ഓഫാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പം ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, 5-10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇത് ഓപ്പണാക്കി നോക്കുകയാണ് കേട്ടോ. ഓപ്പണാക്കി നോക്കുമ്പം നമുക്ക് ഒന്ന് തണുത്തിട്ടുണ്ട്. ഇപ്പോൾ കുറച്ചും കൂടെ കട്ടിയായിട്ടുണ്ട്. മുമ്പത്തെക്കാലം ഒന്നും കൂടെ കട്ടിയായിട്ടുണ്ട്. അപ്പം ഇതിന് നമുക്ക് ചെറിയ ബോൾ പോലെ ഉരുട്ടി വെക്കാം. അതിന് നമുക്ക് വെള്ളം വേണം. കുറച്ച് വെള്ളം പാത്രത്തിൽ നിങ്ങൾ അടുത്തെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കയ്യിലേക്ക് വെള്ളം തൊട്ട് നമുക്കിതിനെ ബോൾ പരുവത്തിൽ നമുക്ക് ഇഡ്ഡലി പാത്രത്തിലേക്ക് അല്ലെങ്കിൽ നമ്മൾ ഏത് സ്റ്റീം ചെയ്യാൻ വെക്കുന്ന പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുകയില്ല. അതിനാണ് നമ്മൾ വെള്ളം തൊട്ട് ഇങ്ങനെ ബോളാക്കുന്നത് കേട്ടോ. അപ്പം ഞങ്ങളിവിടെ 4 പേരാണുള്ളത്. അപ്പം ഞങ്ങൾക്ക് 4 പേർക്ക് ആ 1 കപ്പിൽ അരിപ്പൊടി എടുത്താൽ ഞങ്ങൾക്ക് ഇത്രയും ബോൾസ് കിട്ടും. അപ്പോൾ നിങ്ങൾ കൂടുതൽ പേരുണ്ടെങ്കിൽ അതിനെ ഡബിളാക്കി എടുത്താൽ മതി കേട്ടോ. അപ്പം നമുക്ക് ഇനി ഇതിനെ അടച്ചു വെക്കണം കേട്ടോ. ഒരു മൂടി കൊണ്ട് അടച്ചു വെച്ചിട്ട് നമുക്ക് അടുപ്പിൽ വെക്കാം. ഇപ്പം നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കടുമുട്ട കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ സ്പെഷ്യൽ റെസിപ്പിയാണ് കൂർക്ക കടമ്പുട്ട്. അപ്പം ആർക്കെങ്കിലും ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.